വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളുടെ ഭാവിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തും എന്നുള്ളതും ഈ ഒരു സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റൈറ്റ് ആണോ, ഇത് നല്ലതിന് വേണ്ടിയാണോ എന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. കാണിച്ചു നോക്കാം. Isolation, experiencing the rebel, traveling. Aloneness, master. Postponement. സക്സസ്. ബോട്ടം ഓഫ് ദ ഡെക്ക് ട്രാൻസ്ഫോർമേഷനാണ് വന്നിട്ടുള്ളത്. മജീഷ്യൻ, 3 ഓഫ് പെൻറ്റക്കിൾസ്, 8 ഓഫ് wands, സൺ, Four of wands, King of wands, 5 of pentacles, Five of swords, the lovers, justice, 3 of wands. Bottom of the deck rebirth ആണ് വന്നിട്ടുള്ളത്, ഡെത്ത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഇത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട്. കാരണം കംപ്ലീറ്റ് ഇവിടെ ട്രാൻസ്ഫോർമേഷൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ഓവറോൾ എനർജി ഒറാക്കിൾ കാർഡിൽ വന്നിരിക്കുന്നത് തന്നെ ട്രാൻസ്ഫോർമേഷനാണ്. പിന്നെ ഓവറോൾ എനർജി വന്നിട്ടുള്ളത് ഡെത്ത് ആൻഡ് റീബേർത്ത് ആണ്. ഇത് കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ അത്രയും ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്നാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ടുവരുന്നത് സക്സസ്സിലോട്ടേക്കാണ് കൊണ്ടുവരുന്നത്. അതായത് നിങ്ങൾ മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാനും അങ്ങനെയുള്ളൊരു തലത്തിലേക്ക് നിങ്ങൾ വളർന്നു വരുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇത്രകാലം നിങ്ങളുടെ വരിഞ്ഞു മുറുക്കിയിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടീഷൻസ്, ഒരുപാട് കണ്ടീഷനിൽ പെട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഈ കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നതായിട്ടാണ് റിബൽ കാണിക്കുന്നത്. ഇത്രകാലം നിങ്ങളുടെ ലൈഫ് എന്താണോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് വന്നിട്ടുള്ളത് അതൊക്കെ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്ന തലത്തിലോട്ടേക്കാണ് വരുന്നത്. അപ്പോൾ അത് ഒരു യാത്രയായിട്ടാണ് വരുന്നത്. അതായത് ഇനി നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു പുതിയൊരു ഘട്ടത്തിലേക്കുള്ള ഒരു യാത്രയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ സമയം നിങ്ങൾ ഐസൊലേഷനിലായിരിക്കാം ഉള്ളത്. പക്ഷേ ഈ ഐസൊലേഷൻ നിങ്ങളെ കൊണ്ടുവരുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ, കംപ്ലീറ്റ് നിങ്ങളുടെ ഒരു ബെറ്റർ വേർഷനിലോട്ടേക്കാണ് നിങ്ങളെ കണക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ഒരു സമയത്തിന് മുന്നേയും ശേഷവും എന്ന് പറഞ്ഞിട്ട് 2 ഘട്ടങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ. ഇതിന് മുന്നേ എന്ന് പറയുന്നത് നിങ്ങൾ കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഒന്നും ചെയ്യാൻ പറ്റാതെ ചില കണ്ടീഷൻസിലും അങ്ങനെയൊക്കെ പെട്ട് ഒരു കെട്ടിയിട്ടിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും. പക്ഷേ ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൻ്റെ ടേണിംഗ് പോയിൻ്റാണ്. ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് പുതിയൊരു ബെറ്റർ വേർഷനിലോട്ടേക്ക് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവാൻ പോവുകയാണ് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഭാഗം എന്ന് പറയുന്നത്, അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് സക്സസ് എന്നുള്ള ഒരു ഇതാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ മാരേജ് ആണെങ്കിലും കംപ്ലീറ്റ് ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങളെ ഇഷ്ടപ്പെട്ട വ്യക്തിയെ നിങ്ങൾക്ക് മാരേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിൻ്റെ അടുത്ത് ഇതുവരെ കമ്മിറ്റ്മെൻറ്റ് കിട്ടാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാൻ പോകുന്നുണ്ട് നിങ്ങൾ. അതായത് ഇവിടെ 3 ഓഫ് wands കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡാണ് വന്നിട്ടുള്ളത്. 3 ഓഫ് wands ആണെങ്കിലും പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ നോർത്ത് നോഡിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. അതായത് നോർത്ത് നോഡ് എന്ന് പറയുന്നത് സൗത്ത് നോഡിൻ്റെ ഓപ്പോസിറ്റാണ്. സൗത്ത് നോഡ് എന്ന് പറയുന്നത് എപ്പോഴും കംഫേർട്ട് സോണായിരിക്കും. ഈ ഒരു സോണ് വിട്ട് നമുക്ക് പുറത്തു പോകാൻ പറ്റില്ല. പക്ഷേ ഈ കംഫേർട്ട് സോൺ എന്ന് പറയുന്നത് കണ്ടീഷനിങ് ആണ്. മുന്നേ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പുതുതായിട്ട് അവിടെ ഒന്നും തന്നെയില്ല. ജസ്റ്റ് ഒരു ലൂപ്പ് പോയി ഇങ്ങനെ ലൂപ്പിൽ ഇങ്ങനെ കറങ്ങുന്ന പോലെയുള്ള ഒരു അവസ്ഥയായിരിക്കും സൗത്ത് നോഡ് എന്ന് പറയുന്നത്. പക്ഷേ ഈ
സൗത്ത് നോഡ് അവിടുന്ന് ബ്രേക്ക് ചെയ്ത് നോർത്ത് നോഡിലേക്ക് കടക്കുന്ന ഒരു ടൈം പീരീഡാണിത്. ഇവിടെ ഈ ഒരു സമയം ബ്രേക്കിംഗ് ടൈമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിന് കടന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള നിങ്ങളുടെ ബെറ്റർ വേർഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ അസ്തിത്വമായിട്ട് നിങ്ങൾ കണക്റ്റ് ആവുന്നു. അവിടെയാണ് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ, അതിന് പറ്റാത്ത ആൾക്കാരാണെങ്കിൽ, ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് യാത്ര പോവുക, അത് എൻജോയ് ചെയ്യുക, പ്രകൃതിയായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പുതിയ ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങളിലേക്ക് വരും. പിന്നെ പല പുതിയ കാര്യങ്ങളും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, പല കൾച്ചറും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇതിൽ നിന്നൊക്കെ ഒരുപാട് ലെസൺ നിങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ആ ലെസൺ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ട്രാവലിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അത് നിങ്ങൾക്ക് സാധ്യമാകുന്നുണ്ട്. അത് ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടമല്ലാത്ത ആളാണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന ഒരു തലത്തിലോട്ടേക്ക് നിങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾ പല കാര്യങ്ങളും മാറ്റി വെക്കുന്നുണ്ടാവാം. അത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്കെല്ലാം ഇങ്ങനെ മാറ്റി വെക്കേണ്ടി വരുന്നത്. എല്ലാം എന്താ പറയുക, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് ഇല്ല. നിങ്ങൾ ഈ പോകുന്ന വഴി ശരിയാണോ തെറ്റാണോ അങ്ങനെയുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്കില്ല. പക്ഷെ ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇല്ലാത്തതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഗുരു ഉണർന്ന് വന്നില്ല. അത് വന്നു കഴിയുമ്പോൾ പുറത്ത് നിങ്ങൾക്കൊരു ഗുരു വരും. ഈ ഒരു ആളുടെ ഗൈഡൻസിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു റൂട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പം മാറ്റിവെച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ആ മാറ്റിവെക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കംഫേർട്ട് സോണിൽ ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിലോട്ട് പോകാനുള്ള ഒരു ഭയം വരുന്നത്. കാരണം അത് ചെയ്താൽ ശരിയാവോ, ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നൊക്കെയുള്ളൊരു ഫിയറാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഫിയർ നിങ്ങൾക്ക് പോകാൻ വേണ്ടി നിങ്ങളിലേക്കൊരു ഗുരു വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വ്യക്തിൻ്റെ ഗൈഡൻസിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സക്സസ് തന്നെ വരും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് മെജീഷ്യൻ വന്നിട്ടുണ്ട്. മെജീഷ്യൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനുള്ള ഒരു ടൈം പീരീഡ് ആയിട്ടുണ്ട്. അതായത് എല്ലാവരുടെ ഉള്ളിലും അങ്ങനെ ഒരു എനർജി ഉണ്ട്. ലോ ഓഫ് അട്രാക്ഷനും ലോ ഓഫ് അസംഷൻ, ലോ ഓഫ് വൈബ്രേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, അതായത് റിയാലിറ്റി ഷിഫ്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ റിയാലിറ്റി ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അതൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഇപ്പോഴുള്ള വിഷമങ്ങളൊക്കെ മാറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലോട്ടേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഉപേക്ഷിച്ച് പോയ പല കാര്യങ്ങളും നിങ്ങൾക്ക് ലൈഫിൽ വേണ്ടാത്തതാണ്. അത് ചിലത് വേണ്ടുന്ന കാര്യങ്ങളാണെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരും. പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് കാണുന്നില്ല. കാരണം നിങ്ങൾ പുതിയ ഒരു മാറ്റത്തിലോട്ടേക്ക് വന്നു കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ലവ് റിലേഷനിൽ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജസ്റ്റിസ് കിട്ടാൻ പോകുന്നു എന്നുള്ളത് വരുന്നുണ്ട്. കാരണം അതിൽ നിങ്ങളുടെ തന്നെ റിഫ്ലക്ഷനാണ് നിങ്ങളുടെ ആ പാർട്ട്ണറുടെ ഭാഗത്തു നിന്ന് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു റിഫ്ലക്ഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങളുടെ ഉള്ളിലെ പാർട്ട്ണറെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ പുറത്തുള്ള പാർട്ട്ണർ മാറുന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരും. അവിടെ നിങ്ങളുടെ കണ്ണ് തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നിങ്ങളുടെ ലവ് റിലേഷന് നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടാൻ പോകുന്നത്. അത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു മാസ്റ്റർ വരുമ്പോൾ, നിങ്ങൾക്ക് ഗൈഡൻസ് തരാനുള്ള മാസ്റ്റർ വരുമ്പോൾ എല്ലാ കാര്യത്തെക്കുറിച്ചും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാവും. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് എന്താണ്, നിങ്ങളുടെ കരിയറിൽ സംഭവിക്കുന്നത് എന്താണ്, നിങ്ങളുടെ ഓവറോൾ ലൈഫ് തന്നെ എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്, ഒരു ലൂപ്പിൽ എന്താണ് അകപ്പെടുന്നത്, ഇതിനൊക്കെയുള്ള കൃത്യമായ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. ആ ഒരു സമയത്ത് എന്ത് ചെയ്യണം, എങ്ങനെ അവനവനിൽ മാറ്റം വരുത്തണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഇങ്ങനെ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലും കാണാൻ പറ്റും, നിങ്ങളുടെ ഓവറോൾ എനർജിയിൽ തന്നെ കാണാൻ പറ്റും. ഇവിടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്, നിങ്ങൾക്കതിൽ ജസ്റ്റിസ് കിട്ടുന്നില്ല എന്ന് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു വെളിച്ചം തന്നെ വരാൻ പോകുന്നു. കംപ്ലീറ്റ് ഒരുപാട് ബ്ലോക്കൊക്കെ ഉണ്ടാവാം. പക്ഷേ ആ ബ്ലോക്കൊക്കെ മാറി ഏറ്റവും വോൺസിൻ്റെ എനർജിയിലും പിന്നെ സണ്ണിൻ്റെ എനർജിയിലും വരുന്നുണ്ട്. ഇത് രണ്ടും ഒരുമിച്ചാണ് കാർഡ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ബ്ലോക്ക് മാറിയിട്ട് നിങ്ങളിൽ ആ ഒരു തെളിച്ചം, നിങ്ങളുടെ ഒരു നല്ലൊരു ലൈഫിലൊരു പ്രകാശം വരുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത്. പിന്നെ ഇപ്പം നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും പകുതിക്ക് വെച്ച് പകുതിയായിട്ടാണ് ഉള്ളത്. അതായത് ഒന്നും അതിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല.
ഒന്നിനും ഒരു ഫുൾഫിൽമെൻറ്റ് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ റീസൺ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ക്ലാരിറ്റി ഇല്ലാത്തതാണ്. പല കാര്യങ്ങളും മാറ്റി വെക്കപ്പെടുന്നു എന്നുള്ളതാണ്. പിന്നെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. എപ്പോഴും അലോൺനെസ് കാണാൻ പറ്റാറുണ്ട് എൻ്റെ റീഡിങ്ങിൽ. അപ്പം അതൊക്കെ മാറാൻ പോവുകയാണ് എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ സമയം നിങ്ങൾ ഐസൊലേഷനിലാണ്. ഈ സമയം നിങ്ങൾ പല കാര്യങ്ങളും ആക്കുകയാണ്. അപ്പോൾ ഈ ബ്രേക്ക് ആക്കുന്നതിൻ്റെയൊക്കെ റിസൾട്ട് ഭാവിയിൽ നിങ്ങൾക്ക് വരാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതാണ് നിങ്ങളുടെ കറണ്ട് എനർജി. അതിൻ്റെ റിസൾട്ടാണ് സക്സസ്. ഭാവിയിൽ വരാൻ പോകുന്നത് ഇപ്പം നിങ്ങൾ പോകുന്ന ഈ സിറ്റുവേഷനിൻ്റെ ഒരു റിസൾട്ടാണ് ഭാവിയിൽ വരുന്ന സക്സസ് എന്നുള്ളത് ഇവിടെ വന്നിട്ടുള്ളത്. സക്സസ്, സണ്ണ്, പിന്നെ റീബേർത്ത്, ട്രാൻസ്ഫോർമേഷൻ, കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷനാണ് ഇതൊക്കെ. ഈ ഒരു കാർഡ്, ഈ ഒരു റീഡിങ് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഇതുവരെയും റീഡ് ചെയ്യുന്നതിൽ വച്ച് കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഞാൻ കുറേ വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു ട്രാൻസ്ഫോർമേഷനും സക്സസ്സും ഞാൻ ഇതുവരെ റീഡ് ചെയ്തിട്ടില്ല. അത് നിങ്ങളോട് പറയുമ്പോൾ അതിൻ്റെ അത്രക്കങ്ങ് ഞാൻ പറയുന്നുണ്ടാവില്ല. പക്ഷേ ഇവിടെ കാണാൻ പറ്റുന്നത് അത്രയും വലിയ ട്രാൻസ്ഫോർമേഷനാണ്. കംപ്ലീറ്റ് ഈ കാർഡ് കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷനാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടാൻ പോകുന്നു, നിങ്ങളുടെ ലൈഫിൽ ഒരു വെളിച്ചം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.